വണക്കം. രാഹുൽ ഈശ്വറാണെങ്കിൽ നിരാഹാരം കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കേരളക്കരയ്ക്ക് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരുവിധ സഹാനുഭൂതിയും തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. സഹാനുഭൂതി തോന്നുന്നില്ല എന്നും മാത്രമല്ല, ഒരു ദുരന്തമൊഴിയട്ടെ എന്ന രീതിയിലാണ് പല ആൾക്കാരും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. എനിക്ക് കേരള പോലീസിനോടും കോടതിയോടും പറയാനുള്ളത്, പോലീസിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കേസ് കൂടെ അവൻ്റെ മണ്ടയിൽ കെട്ടിവെച്ച് അവനെ എങ്ങനെയെങ്കിലും ഉള്ളത്തള്ളണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഗാന്ധിയനാണ് ഞാൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി കേരള പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കാതെ നിരാഹാരമിരുന്ന് നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തിറങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യമണ്ടൻ കേസ് കൂടെ എടുത്ത് മണ്ടയിലോട്ട് വച്ചു കൊടുക്കണം. നിരാഹാരം കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നേരെ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടാൽ മതി. നിരാഹാരം കിടക്കുന്ന ആൾക്ക് നേരെ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടാൽ മതി. ട്രിപ്പ് ഇട്ട് കഴിയുമ്പം ഒരു എനർജിയൊക്കെ വീണ്ടും വന്നോളും. നമ്മളെ ഈറോം ശർമ്മയിലേക്ക് ഒരുപാട് നാൾ കിടന്നാണ്. ഒരിക്കലും അവരുമായിട്ടൊന്നും ഞാൻ ഈ വേട്ടാവളിനെ കമ്പയർ ചെയ്യാനേ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും രാഹുൽ ഈശ്വറിൻ്റെ കുടുംബം പറയുന്നത് ആ വീഡിയോയിൽ രാഹുൽ ഈശ്വർ ഒരു കാര്യവും അതിജീവിതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എടി പെരിങ്കള്ളി, നീ അല്ലേടി രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കിയത്, നീ ഹണി ട്രാപ്പിൽ പെടുത്തിയല്ലേടി എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ട സത്യം പറഞ്ഞാൽ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് എന്ന് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലാവും. എന്തായിരുന്നാലും ആ വീഡിയോ കോടതി കണ്ടു. കോടതി കണ്ടിട്ട് പറഞ്ഞു, ഇവൻ ഇനി ജയിലിടിഞ്ഞാൽ വെളിയിൽ വരരുത് എന്ന് ചോദിച്ചു. കോടതി രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. എന്തായാലും ഉണ്ടെങ്കിൽ ജഡ്ജി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. അതായത്, ഒരു സ്ത്രീക്ക് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയടാ. പിന്നെ സ്ത്രീക്ക് വേണ്ടത് കൈപുണ്യം, പിന്നെ വേറെ പെട്ടെന്ന് പറ. പിന്നെ നല്ലപോലെ തൂക്കാനും തുടയ്ക്കാനുള്ള കഴിവ് വേണം. പിന്നെ അടുത്തത് ഭക്തി. ഇത് മൂന്നുമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ജെ മോഡലിലായിരിക്കും ഇയാൾ മറുപടി പറയുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം എന്ത് പറഞ്ഞാലും നേരെ ആവാത്തൊരു മനുഷ്യനാണ്. ഇനി മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. മണ്ടനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു നിമിഷത്തിലേക്ക് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെയൊക്കെ കണ്ടിട്ടില്ലേ? സന്തോഷ് പണ്ഡിറ്റ് ആദ്യം വന്നപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണ് എന്ന് നമ്മുടെ കേരള സമൂഹം മുദ്ര കുത്തിയതാണ്. പക്ഷേ അയാൾ മണ്ടനായിട്ട് അഭിനയിച്ച അയാൾ വളരെ ഗംഭീരമായിട്ട് അയാളുടെ ജീവിതം എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം ഇപ്പോൾ വളരെ സത്പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കേരളക്കരയ്ക്ക് ഇഷ്ടമാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചായിരുന്നു. അതായത് ബുദ്ധിമാനായിട്ട് അഭിനയിച്ചു വന്ന അവസാനം തൊലിച്ചു വന്നപ്പോൾ ഉള്ളി പോലെയാണ്, ഉള്ളിലൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായിരുന്നാലും എന്നെ അറസ്റ്റ് ചെയ്യും, പേടിപ്പിക്കാൻ പറയുകയാണ്, നമ്മളെ ഒന്നും ചെയ്യൂല എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു അഹങ്കാരമൊക്കെ മാറിക്കിട്ടി. അതിജീവിതയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ പല ആൾക്കാരും മുക്കിത്തുടങ്ങി. പല ആൾക്കാരും അവരുടെ നിലപാട് മയപ്പെടുത്തി തുടങ്ങി എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശീതളിസം എന്ന് പറഞ്ഞൊരു ചാനലിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവരവരുടെ വീഡിയോ പ്രൈവറ്റ് ആക്കി അതിജീവിതയെ വളരെയധികം അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അവർ നിലപാട് തിരുത്തിയിട്ടുണ്ട്, അതിൽ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കാണാനും സാധ്യതയില്ല എന്നുള്ളതാണ് വേറെ കാര്യം. എങ്കിലും ഒരു സന്തോഷം പങ്കുവെച്ചെന്നേ ഉള്ളൂ. കാരണം അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ വേണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ ആ നിയമത്തിനെതിരെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്, അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ സദാചാരവും കളിക്കാൻ പറ്റരുത്. നിയമപരമായിട്ടുള്ള എന്ത് സദാചാരവും നമ്മൾ അംഗീകരിക്കും, നിയമപരമല്ലാത്ത സദാചാരം ഉണ്ടല്ലോ അത് നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊക്കെ നിയമത്തിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. പിന്നെ ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഞാൻ രക്ഷപ്പെടൂല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടീമാണ് നമ്മുടെ ഷാജൻ സ്കറിയ. എനിക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ടെന്ന്, ടു ബി ഫ്രാങ്ക് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അണ്ണൻ ഇങ്ങനെ തച്ചിനിരുന്ന് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഞാൻ അണ്ണന് ഒരു വീഡിയോ അണ്ണൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു, ധനുഷ വളരെ നന്നായിരുന്നു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. ഒരിക്കലും അണ്ണനെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അണ്ണനെ കുറ്റം പറയാനോ ചെയ്തൊരു വീഡിയോ അല്ല, കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം വീണ്ടും തച്ചിനിരുന്ന് ന്യായീകരിക്കുന്ന കാണുമ്പോൾ വിഷമമുണ്ട് എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മുടെ മലയാളത്തിൽ കുറച്ചല്ല നല്ല റീച്ചുള്ളൊരു ചാനലാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ. അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന താങ്കൾ സംഖ്യയൊന്നും ആവണമെന്നും നമ്മൾ പറയുന്നില്ല, സംഖ്യ ആകാനും പാടില്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യാനും പാടില്ല, ഒരു നിഷ്പക്ഷ രീതിയിലിരുന്ന് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഇപ്പോൾ അണ്ണൻ്റെ പല നിലപാടുകളും കാണുമ്പം അണ്ണൻ ഒരു കോൺഗ്രസ്സുകാരെക്കാട്ടിലും വലിയൊരു അന്തം കൊങ്ങിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംഘപരിവാറുകാർ കണ്ണടച്ച് ഇത് ഞങ്ങളുടെ ആളാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഷാജൻ സ്കറിയ അണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അണ്ണൻ അല്ലെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കോൺഗ്രസ്സുകാർക്ക് കോണാൻ കഴിവ് കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെ സംഖ്യകളെ പറ്റിച്ച് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണല്ലോ
മാത്യു സാമുവേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതായത് സംഘികൾക്ക് മാത്യു സാമുവേൽ എന്ന് പറഞ്ഞാൽ അയ്യോ ചാവുമായിരുന്നു, തേനും പാലും ഒലിക്കുമായിരുന്നു വായിൽ നിന്ന്. അവസാനം ഇവൻ്റെ തനി ഗുണം വെളിയിൽ വന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അക്കടി പറ്റിപ്പോയത്. എന്നെ പേഴ്സണലി വിളിച്ച് എന്നോടൊരു സ്ത്രീ പറഞ്ഞാൽ ഞാനൊരു 3 ലക്ഷം രൂപയാണ് ധനുഷ ഈ വേട്ടാവളിന് സംഭാവനയായിട്ട് കൊടുത്തത്. ഗൂഗിൾ പേ ഫോൺ പേ നമ്പറൊക്കെ താഴെ ഇങ്ങനെ വാരി പോയിച്ചുമല്ലോ സംഭാവന കൊടുത്തത്. എൻ്റെ പൈസ പോയി. ഞാൻ പറഞ്ഞു പൈസ പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി പോയത് പോയി, അത്രേ ഉള്ളൂ, ഇനി വച്ച് അനത്തിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് വെറും വ്യൂസിനും ലൈക്സിനും പൈസയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. എന്തായിരുന്നാലും ആ സമയത്ത് അതൊക്കെ പറയുമ്പോൾ സംഖ്യകൾ മുണ്ടൂരി തലയിൽ കെട്ടും. എൻ്റെ അച്ചായനെ പറയുന്നോടാ എന്ന് പറഞ്ഞ് അച്ചായൻ തിരിച്ച് അടിച്ചണ്ണാക്കി കൊടുത്തപ്പോൾ എല്ലാത്തിനും മനസ്സിലായി എന്നുള്ളതാണ്. എന്തായിരുന്നാലും നമ്മുടെ ഷാജൻ സ്കറിയ അണ്ണൻ നമ്മുടെ സന്ദീപ് വാര്യർക്ക് കൊടുത്ത ഉപദേശം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അണ്ണൻ ഇതുപോലെ എല്ലാവരും ഉപദേശിക്കാറുണ്ടാണ്, ഭയങ്കരം തന്നെ. അണ്ണൻ സത്യം പറഞ്ഞാൽ മറുനാടൻ മലയാളിയൊക്കെ അടച്ചു പൂട്ടിയിട്ട് വല്ല ലീഗൽ കൺസൾട്ടേഷൻ ഓഫീസും തുടങ്ങുന്നതാണ് നല്ലത്. അതായത് മാങ്കൂട്ടത്തിന് ഉപദേശിച്ച് കൊടുത്തത്, മാങ്കൂട്ടം പതറരുത്, ആദ്യം മുങ്ങുക, MLA സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യില്ലെന്നാണ്. പിന്നെ സന്ദീപ് വാര്യറിൻ്റെ ഈ കേസ് വന്നപ്പോൾ അണ്ണൻ ഉപദേശിച്ചത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് സന്ദീപ് വാര്യർ പിടികൊടുക്കണം. അണ്ണൻ്റെ വീഡിയോ ആണ്, അതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ കണ്ടതാണ്. സന്ദീപ് വാര്യർ പിടികൊടുക്കണം, പിടികൊടുത്തിട്ട് ഇതാണ് പറ്റിയ അവസരം, സന്ദീപ് വാര്യർക്ക് സ്റ്റാർ ആവാം എന്നാണ് അണ്ണൻ പറയുന്നത്. അതായത് ഈ അവസരത്തിൽ സന്ദീപ് വാര്യർ പോയി പിടികൊടുത്താൽ സന്ദീപ് വാര്യർക്ക് സ്റ്റാർ ആവാം. പിന്നെ സന്ദീപ് വാര്യർക്ക് ഏറ്റവും കൂടുതൽ ടൈപ്പുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് അണ്ണൻ തന്നെ പറയുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലോട്ട് പോകാൻ നേരത്തെ ആദ്യം എന്നെയാണ് വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ ഷാജൻ സ്കറിയ അണ്ണൻ വിളിച്ച് പറയുന്നുണ്ട്. സത്യമായിരിക്കാം, കാരണം സന്ദീപ് വാര്യർ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളുമായിട്ടും കുറച്ച് കൂടിയ ആൾക്കാരുമൊക്കെ ആയിട്ട് അണ്ണൻ എപ്പോഴും സൗഹൃദം വയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. എന്തായാലും സന്ദീപ് വാര്യർ അണ്ണനെ ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഏതേതോ കഥയിലെ വേടന ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ പൊറാട്ട നാടകങ്ങൾക്കൊക്കെ ഒരു അവസാനം വേണ്ടേ? രാഹുൽ ഈശ്വറിന് ഇന്ന് ജാമ്യം നിഷേധിച്ചു, 14 ദിവസം റിമാൻഡിലോട്ട് വിട്ടിരിക്കുകയാണ്, 2 ദിവസം കസ്റ്റഡിയിലോട്ട് വിട്ടിട്ടുണ്ട്, സഹകരിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങാനുള്ള ശ്രമം നടത്തുകയാണെന്ന് പറയുന്നു. കീഴടങ്ങാൻ എങ്ങോട്ട് വരുമെന്ന് ആർക്കും ഒരു പിടിയില്ല. നെടുമങ്ങാട് ഉള്ള ഏതോ ഒരു സ്റ്റേഷനിലാണ് സംഭവം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ നേമം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കേസൊന്നും കേൾക്കുന്നു. അവിടെ എവിടെയെങ്കിലുമൊക്കെ വന്ന് കീഴടങ്ങിയാൽ മതി, ഏതെങ്കിലും ബങ്കറിൻ്റെ അടിയിൽ കൂടെ വന്ന് കീഴടങ്ങിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ സെഷൻസ് കോടതി ജാമ്യം കൊടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് സെഷൻസ് കോടതി ഇന്ന് ആ കേസ് പരിഗണിച്ചിട്ട് പറഞ്ഞത് നീചം, അതിക്രൂരം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള യാതൊരുവിധ വകുപ്പുമില്ല. അതിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്ന് നമ്മുടെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ ഈ കാര്യത്തിലൊക്കെ കിടുവാണ്, പറയാതിരിക്കുക യാതൊരുവിധ നിവൃത്തിയില്ല. അദ്ദേഹം പറഞ്ഞത് എവനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണമെന്ന് തന്നെയാണ്. ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കാരണം കോൺഗ്രസ് മുഴുവൻ ഇപ്പം നിന്ന് അഴിവേണ്. ഇല്ല, പറയണോണ്ട് സത്യം പറഞ്ഞാൽ പറയുന്നത് വിഷമുണ്ട്, നിന്ന് അഴിവേണ് എല്ലാവരും കൂടെ. ഇവൻ്റെ ഈ ഒരു ഒറ്റ കേസ് കൊണ്ട് മാത്രം കോൺഗ്രസ്സിലെ സകല നേതാക്കന്മാരെയും പഴയ പെണ്ണ് കേസ് എല്ലാം ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നിന്ന് അഴിവിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് മുടിഞ്ഞ് പണ്ടാരം തുടങ്ങും. അതിലോ ഞാൻ ഇപ്പോഴും പറയുന്നു, യാതൊരുവിധ തർക്കവും ഇല്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ഡയലോഗ് തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. കോൺഗ്രസ് മുടിഞ്ഞ് പണ്ടാരം തുടങ്ങും. പക്ഷേ ഇവിടെയുള്ള CPMകാർക്ക് അത് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരിപ്പോൾ പരസ്യമായിട്ട് വീഡിയോ ആയിട്ട് രംഗത്തെത്തുന്നുണ്ട്. അതായത് കോൺഗ്രസ് മുടിയാൻ പാടില്ല, ആ സ്ഥാനത്ത് BJP വരുമെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് CPM ഇപ്പോൾ കാണിക്കുന്നത് പോലെ ഒരു തീവ്ര ഹിന്ദുത്വ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അങ്ങ് എടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. അതായത് തീവ്ര പൊളിറ്റിക്കൽ ഹിന്ദുത്വ ഷിഫ്റ്റ് എടുത്താൽ മതി. BJPയെക്കാട്ടും വലിയ ഹിന്ദുത്വ ഷിഫ്റ്റ് ആവുക. കാരണം നിങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദുക്കളും, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിങ്ങൾക്ക് വോട്ട് ചെയ്യും തീവ്ര ഹിന്ദു പാർട്ടി ആയി കഴിഞ്ഞാൽ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം തന്നെ ആ ഒരു ഷിഫ്റ്റിലോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സ്വർണ്ണപ്പാളി കേസ്, അതിപ്പോൾ അയ്യപ്പ കോപം എന്നൊക്കെ പല ആൾക്കാരും പറയുമെങ്കിൽ 2017 മുതലേ അടിച്ചു മാറ്റി വന്നതാണ്. ഇപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ബോധോദയം ഉണ്ടായത് എന്ന് വേറെ പല ആൾക്കാരും പറയുന്നു. ആ പറഞ്ഞ കൂട്ടത്തിൽ ഈ വാർത്തയോട് ഒരു പൊടിക്കൈ കൂടെ പറയാനുണ്ട്. ഇതാ പൊടിക്കൈ, നമ്മുടെ വാസുവിനും ജാമ്യമില്ല, വാസു അകത്ത് കിടന്ന് പുഴുക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ പത്മകുമാറിൻ്റെ കേസ്, പത്മകുമാറിൽ നിന്ന് നേരെ കടകംപള്ളിയെ എത്തി കടകംപള്ളിയെ തൂക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കട്ടള മുതൽ നമ്മളെ ശബരിമല അയ്യപ്പൻ്റെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര അയ്യപ്പൻ്റെ കോണക സ്വർണ്ണമാവല്ലേ, അതുകൂടെ അവന്മാർ അടിച്ചുകൊണ്ട് പോകുമല്ലോ എന്ന് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രോളിൻ്റെ പൂരമാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കോൺഗ്രസ് പുതിയൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതായത് സ്വാമി അയ്യപ്പൻ്റെ ആ സ്വർണ്ണക്കൊള്ള നടത്തിയവർക്ക് മാപ്പില്ല, കിടക്ക് പുറത്ത് എന്നുള്ളതാണ്. ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോഴാണ് നിനക്കൊക്കെ സ്വാമി അയ്യപ്പന് ഓർമ്മ വന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുന്നുമ്പും ഈ വിഷയം അയ്യപ്പൻ്റെ വിഷയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും ഈ ക്യാമ്പയിൻ കണ്ടില്ലല്ലോ.
ഈ ക്യാമ്പയിൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മറക്കാനായിട്ട് നിങ്ങൾക്കൊരു ക്യാമ്പയിനാക്കി നിങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ ഡേർട്ടി ആൻഡ് പിറ്റി പൊളിറ്റിക്സ്. എന്തൊരു പറയാനാണ്. അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊരു ചൊല്ലുണ്ട്. ഇവർ തൊമ്മനും ഭേദമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഒരിടത്ത് നോക്കിക്കഴിഞ്ഞാൽ പെണ്ണ് കേസ്, ആടിപിടി, ഗർഭം, അലസിപ്പിക്കൽ, ഐപ്പില്ല്, ഛർദിൽ, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒയ്യോ പറഞ്ഞാൽ കൊള്ളാത്ത നാറ്റ കേസുകളാണ് ഒരു സൈഡിൽ മൊത്തം എന്ന് പറയുന്നത്. വേറൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൊള്ള, കൊലപാതകം, ധൂർത്ത്, അഴിമതി, ചപ്പ് ചവറ്, അത് ഇത് ചപ്പ് ചവറ് എല്ലാം കൂടെ ഇങ്ങനെ വേറൊരു സൈഡൊന്നും. അങ്ങനെയാണ് കേരളത്തിലെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയും അപ്പുറവും ഇപ്പുറവും നിന്ന് കളിക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി വേറൊരു സൈഡിൽ BJP എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും BJPക്ക് ഇവിടെ വളരാനുള്ള കൃത്യമായിട്ടുള്ള നിലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പോരായ്മയും ന്യൂനത എന്ന് പറയുന്നത്. ഇന്ന് തന്നെ ഒരു വാർത്ത പുറത്തു വന്നത് നമ്മുടെ ജോൺ ബ്രിട്ടാസാണ് PM ശ്രീക്ക് വേണ്ടി പാലം വലിച്ചത് എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ ജോൺ ബ്രിട്ടാസാണ് നിന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ വന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ വന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ മൊത്തം തെറിയാണ്. അവിടെ പോയി നരേന്ദ്രമോദിയുടെ അടുത്ത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല, ഇന്ന് ഇറക്കിക്കോ എന്നാണ് ഇവർ അവിടെ പോയി പറയുന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഈ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പ്രോക്സിയാണ്. നരേന്ദ്രമോദിക്ക് ഇവിടെ BJP കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് യാതൊരുവിധ ആഗ്രഹമില്ല. ഇനി BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാലും PM ശ്രീ നടപ്പിലാക്കാൻ ഇവിടെ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അതായത് PM ശ്രീ ഇവിടെ നടപ്പിലാക്കുമ്പോൾ വർഗീയ കലാപം ഉണ്ടാകും ചിലപ്പോൾ BJP ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ. അതേസമയം പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ PM ശ്രീയൊക്കെ ഇതുപോലെ നൈസായിട്ട് സൈഡിൽ കൂടെ അങ്ങ് നടപ്പിലായി പോകും. PM ശ്രീ നടപ്പിലാവും. ഇതാ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം SIR നടപ്പിലായി. ലേബർ കോഡ് അവിടത്തെക്കാട്ടിൽ ശക്തിയിലാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടപ്പിലായി പോകും എന്നുള്ളതാണ്. മോദിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു BJP സർക്കാരിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ ഹിന്ദുക്കളെ സംരക്ഷിക്കാനും അതിൻ്റെ ആവശ്യമില്ല, മോദിയുടെ പ്രവർത്തനങ്ങൾ നടത്താനും അതിന് ആവശ്യമില്ല, യാതൊരുവിധ ആവശ്യവുമില്ല. CPM തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഹിന്ദുത്വ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഭാവിയിൽ കേരളത്തിലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശക്തമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാം, അത് ഒരു ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി ഒരു സൈഡിലാണ് നിരക്കുകയും ഇപ്പുറത്ത് CPM എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു ഹിന്ദുത്വ ഫോഴ്സായിട്ട് ഇപ്പുറത്താണ് നിരക്കുകയും ഇവർ തമ്മിലുള്ളൊരു സംഘട്ടനമായിരിക്കും സൈഡിൽ കാണാൻ പോകുന്നത് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതിൻ്റെ ഒരു അനാലിസിസ് ആണ് നടന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് മുടിഞ്ഞ് പണ്ടാരമടങ്ങും എന്നുള്ളതാണ് ഭാവിയിൽ ചിലപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാഴ്ച. ചിലപ്പോൾ കോൺഗ്രസ് ഈ ശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം ഷിഫ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഈ സദ്യയിൽ ഇഞ്ചി കറിയൊക്കെ ഇരിക്കില്ല സൈഡിൽ, അതുപോലെ അവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിലവിൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വറും രാഹുൽ ഗാന്ധിയും പിന്നെ ഒരു രാഹുലുണ്ട്, ആ രാഹുലിൻ്റെ പേര് പറയുന്നില്ല, അങ്ങനെ എല്ലാ രാഹുലന്മാരും കൂടെ ചേർന്ന് നമ്മുടെ നാട് കുളം തോണ്ടോടെ എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. എന്തായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ കേസ് പരിഗണിക്കുന്നതിന് മുമ്പേ ഒരു മിറാക്കിളും നടക്കാനുള്ള സാധ്യതയില്ല, ജാമ്യം കിട്ടാനുള്ള സാധ്യത തീരെയില്ലെന്നാണ് വിദഗ്ധന്മാർ പല ആൾക്കാരും പറയുന്നത്. കാരണം ജഡ്ജി പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇവൻ്റെ ഈ സംഭവങ്ങൾ കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാജണ്ണ ഇന്ന് പറയുന്ന ഒരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. അതായത് ഇന്നൊരു പരാതി വന്നല്ലോ, അതെന്തൊരു പരാതി? അതായത് KPCC ഒരു പരാതി, ഒരു പെൺകുട്ടി, ആരാണ് ആ പെൺകുട്ടി? ആ പെൺകുട്ടിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്കറിയില്ലല്ലോ ആ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയില്ല ഇങ്ങനെ പറഞ്ഞ് കിടന്ന് മെഴുകുന്ന കണ്ട്. എൻ്റെ പൊന്ന് ഷാജണ്ണ ഒന്ന് നിർത്ത് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ജൂനിയർ രാഹുൽ ഈശ്വറായി വരല്ലേ എന്ന് മാത്രമേ നിങ്ങളോട് ഇഷ്ടം കൊണ്ട് പറയുകയാണ്, അന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ആദ്യം വന്നപ്പോഴും അണ്ണൻ വന്ന് പറഞ്ഞത്, ഞാൻ അവനെ തള്ളിപ്പറയും, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വേട്ടാവളിയൻ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തള്ളി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് CPM തെറി വിളിയായിരുന്നു. അവസാനം കുറ്റം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ എന്ത് ചെയ്യുന്നു, ന്യായീകരിച്ച് മെഴുകുന്നു. എന്താ ഇത് കഞ്ഞി കുടിക്കാനാണോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ ശരി.